ഹേ എവരിവൺ, ജൂലൈ തുടങ്ങിയപ്പോൾ വിചാരിച്ച കാര്യമാണ് എല്ലാ ദിവസവും ഒരു കുഞ്ഞിയെ ഷോർട്സ് എങ്കിലും വെച്ചിട്ടിട്ട് എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കണം എന്ന്. പക്ഷേ ഇത് കാണുന്ന പോലെ അത്ര വലിയ എളുപ്പമല്ല എന്ന് ഇപ്പോഴാട്ടോ മനസ്സിലായേ. രാവിലെ എനിക്ക് ഫ്രഷായി ജോലിക്ക് പോയി തിരിച്ചു വരുന്ന ആ ഒരു റൊട്ടീൻ്റെ ഇടയിൽ എന്തുകൊണ്ടാണ് ഇത്രമാത്രം ബാക്കിയുള്ളവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണിക്കാൻ കഴിയുക എന്നുള്ളത് ആലോചിക്കുമ്പോൾ അത് വലിയൊരു ഡൗട്ടാണ്. ഒട്ടും മാറ്റില്ലാത്തൊരു റൊട്ടീനാണല്ലോ. രാവിലെ എണീക്കുന്നു, ജോലിക്ക് വരുന്നു, തിരിച്ചു പോകണു, കിടന്നുറങ്ങണു, അങ്ങനെ ഒരു റിപ്പീറ്റഡ് ആയിട്ട് പോകുന്ന റൊട്ടീൻ. അതിൻ്റെ ഇടയിൽ വീട്ടിൽ പോകുമ്പോൾ മാത്രമാണ് ആ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ കഴിയും എല്ലാവർക്കും അങ്ങനെ തോന്നാറ്. അതിലിപ്പോൾ മാറ്റം വരുന്ന ആകെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വൈകിട്ട് കുക്ക് ചെയ്യുന്ന സാധനങ്ങളിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എൻ്റെ ഈവനിങ് റൊട്ടീൻ ആയിട്ട് കാണിക്കാമെന്ന്. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ എന്ത് നാളെ ഉണ്ടാക്കും എന്നല്ല ഇപ്പം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തെല്ലാ ദിവസവും രാത്രി ഉണ്ടാക്കും, ഇന്ന് രാത്രി എന്തുണ്ടാക്കും, എന്ത് കഴിക്കും, അങ്ങനെയാണ്. പിന്നെ ഇപ്പോൾ റൂംമേറ്റും കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും കൂടെ ഒരുമിച്ച് ആലോചിക്കും. അങ്ങനെ എല്ലാ ദിവസവും ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ചെറുതായിട്ട് വാങ്ങിച്ചു പോകും. പണ്ടൊക്കെ മന്ത്ലി പ്ലാൻ ചെയ്തിട്ട് മാസം തുടങ്ങുമ്പോൾ കാര്യമായിട്ടൊക്കെ ഷോപ്പ് ചെയ്ത് വെക്കും. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും ചെയ്യാറില്ല. കാരണം ചില ദിവസം ഒന്നും അങ്ങനെ ആ ഒരു റൊട്ടീനിൽ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റില്ല. നമ്മൾ പിന്നെ ഒറ്റയ്ക്കല്ലേ. കൂടെ ആരെങ്കിലും ഉണ്ടാവുമ്പം നമുക്ക് അവർക്ക് വേണ്ടി കുക്ക് ചെയ്യാനും കഴിക്കാനൊക്കെ തോന്നും. അതുകൊണ്ട് ഇപ്പോൾ റൂംമേറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് ഒരുമിച്ച് കഴിക്കുമ്പോഴും കുക്ക് ചെയ്യുമ്പോഴൊക്കെ ഒരു സന്തോഷമാണ്. പക്ഷേ അല്ലാണ്ട് ഒറ്റയ്ക്ക് കുക്ക് ചെയ്യുക, എനിക്ക് മാത്രമായിട്ട് ഉണ്ടാക്കാമെന്നൊക്കെ വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അമ്മ വീട്ടിലുണ്ടാക്കാറുള്ള ഒരു ഉരുളക്കിഴങ്ങ് കറി ഉണ്ട്. അത് റയറായിട്ട് ഉണ്ടാക്കാറുള്ളൂ. ഞങ്ങൾക്കൊന്നും വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നി ചപ്പാത്തിക്ക് കോംബോ ആയിട്ട് എന്ത് വേണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി എപ്പോഴും മുട്ടക്കറിയാണ്. അപ്പോൾ അതിനൊരു ചേഞ്ച് ആയിട്ട് ഒരു പൊട്ടറ്റോ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മോട് ചോദിച്ചിട്ട് അത് റെസിപ്പിയൊന്നുമല്ല, എത്ര തവണ വിസിലടിക്കണം എന്ന് മാത്രമേ ചോദിക്കാറുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ എൻ്റെ സ്വന്തം റെസിപ്പിയാണ്. അങ്ങനെ ഒരു ദിവസം കൂടെ കഴിഞ്ഞു. ടാറ്റാ, ബൈ ബൈ.